പിന്നെയും പഠിപ്പിക്കാം. അജി, എനിക്ക് ഈ നെയ്യാറ്റിൻകരയില് ഈ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണല്ലോ, അവിടെയൊക്കെ ഈ ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അവിടെ ഓണത്തിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നോർമൽ ട്രിവാൻഡ്രം സദ്യ തന്നെയാണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കൈത്തറി വാങ്ങാൻ പോകില്ലേ? കൈത്തറി വാങ്ങാൻ പോകുന്നതായി മുണ്ട് കൈത്തറിയാണ്, ബാലരാമപുരം കൈത്തറിയാണ്. പുതിയതാണ്, ബാലരാമപുരം കൈത്തറിയാണ്. ഷർട്ട് കൈത്തറിയല്ല. അപ്പൊ കൈത്തറി വിഭവങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടിയപ്പോ, എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടി ഫസ്റ്റ് സാലറി കിട്ടിയപ്പോ ഞാൻ വാങ്ങിയത് ഒരു കൈത്തറി ഉൽപ്പന്നമാണ്. എന്താണാവോ അത്? എനിക്ക് ഇഷ്ടമാണ് കൈത്തറി പൊതുവേ. പിന്നെ നമ്മളെ പേര് അല്ല, ഞാൻ ഒരു കൈത്തറി ഉൽപ്പന്നം ജുബ്ബ. ഓർത്ത് കണ്ടുപിടിച്ചതിന്റെ ജുബ്ബ ഇരുന്നാലോചിക്കുക. ഷംന, ഈ മലപ്പുറത്ത് ഒരുപക്ഷെ എത്രമാത്രം ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രം കൂടിയായിട്ട് മലപ്പുറത്തെ വിശേഷിപ്പിക്കണം. അപ്പൊ ഈ ഷംനയുടെ തട്ടമിട്ട് വാർത്ത വായിക്കുന്ന വളരെ അപൂർവം ആംഗേഴ്സ് ഉള്ളൂ. അപ്പൊ ഷംന ഒരു ദിവസം ഫ്രെയിമിൽ കയറിയപ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഷംനയ്ക്ക് ഒരു ഇഷ്ടമാണ് ഇങ്ങനെ തട്ടുവിടുന്നതും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ? തട്ടിടുന്നത് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ നമ്മുടെ ഒരു ഭാഗമായി വന്നതാണ്. പിന്നെ ആദ്യമായിട്ട് ഫ്രെയിമിൽ വരുമ്പോ തട്ടമിട്ട് 1-2 ചാനൽ ഒഴികെ, പ്രത്യേക ചാനൽ ഒഴികെ ബാക്കി മെയിൻ സ്ട്രീം ചാനലിൽ ആദ്യമായി തട്ടമിട്ട് വാർത്ത വായിക്കുന്ന ഒരാൾ ഞാൻ. അപ്പം അതിന് എനിക്ക് ന്യൂസ് 18, ഇപ്പൊ എന്റെ വിശ്വാസമാണെങ്കിലും എന്താണെങ്കിലും ന്യൂസ് 18 അതിനെ തടയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വളരെ വലിയൊരു കാര്യമാണ് ശരിക്കും. ഇതുവരെ ഞാൻ മുമ്പ് ഇന്റർവ്യൂവിന് പോയ പല ചാനലിലും തട്ടിട്ടിട്ടാണ് ക്യാമറ ടെസ്റ്റ് പോലും തട്ടം മാറ്റിയിട്ടാണ് ക്യാമറ ടെസ്റ്റ് പോലും ചെയ്തത്. അവിടുന്ന് ഇവിടെ വന്നപ്പം ഓൺ എയർ കയറുമ്പോ തട്ടിട്ട് വാർത്ത വായിക്കാന്നുള്ളത്, അത് നമ്മളെല്ലാരും നമ്മളെന്താണോ നമ്മുടെ ഐഡന്റിറ്റി എന്താണോ അത് അംഗീകരിച്ചുകൊണ്ട് ന്യൂസ് 8 കൂടെ നിൽക്കുന്നതിന് വളരെ സന്തോഷം. താങ്ക്സ്. പിന്നെ ഞാൻ മലപ്പുറം അല്ല, ഞാൻ പാലക്കാട്. അതല്ല, ഞാൻ ഇൻട്രൊഡക്ഷൻ സമയത്ത് എവിടെ നിന്നാണ് ഐശ്വത്തു വെച്ചപ്പോ ഞാൻ മലപ്പുറം എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ കേട്ടില്ലല്ലോ? അത് ഈ ചെർപ്പുളശ്ശേരി പാലക്കാടാണോ മലപ്പുറം ആണോ എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. അതുകൊള്ളല്ല, അതിപ്പോ പാറശാലയാണെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. ചെർപ്പുളശ്ശേരി മലപ്പുറത്താണോ പാലക്കാടാണോ എന്ന് പ്രിയപ്പെട്ട ചെർപ്പുളശ്ശേരിയുള്ള പ്രേക്ഷകർ ദയവേത് ക്ഷമിക്കുക. ചെർപ്പുളശ്ശേരി ഇപ്പോഴും ഏത് ജില്ലയിലാണ് ശബ്ദത്തിൽ? അതായത് മലപ്പുറത്ത് എത്താൻ ഞങ്ങൾക്ക് ഒരു 1/2 മണിക്കൂറിന്റെ ഡ്രൈവ് മതി. പാലക്കാട് എത്താൻ ഞങ്ങൾക്ക് അത് പോരല്ലോ. അല്ല, ഞങ്ങൾക്ക് ഫുഡ് ആണെങ്കിലും പ്രോപ്പർ പാലക്കാട് കിട്ടുന്ന ഫുഡ് അല്ല ചെർപ്പുളശ്ശേരി. മലപ്പുറം ടേസ്റ്റ് ആണ് നമുക്ക്. അതുപോലെ കൾച്ചർ ആണെങ്കിലും എല്ലാം നമുക്ക് കുറച്ചും കൂടി മലപ്പുറമാണ് നമ്മൾ അടുത്തേക്കുന്നത്. അതുകൊണ്ട് മലപ്പുറംകാരോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക അതൊരു കാര്യമുണ്ട് കേട്ടോ. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഇത് മലപ്പുറത്ത് തേഞ്ഞിപ്പാലത്തുള്ളത്. അപ്പോഴാ സുഹൃത്താണെങ്കിൽ എപ്പോഴും എവിടെ നിന്നാണെന്ന് ആരെങ്കിലും വേറെ ആരെങ്കിലും ചോദിച്ചാൽ തേഞ്ഞിപ്പാലം അത് തന്നെ. പക്ഷെ ഞാൻ എവിടെ നിന്നാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എപ്പോഴും കോഴിക്കോട് എന്നേ പറയുള്ളൂ. പക്ഷെ കോഴിക്കോടുമായിട്ട് ഏറ്റവും അതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് വരും. പക്ഷെ എപ്പോഴും കോഴിക്കോട് എന്നാണ് പറയുന്നത്. മലപ്പുറം എന്ന് അങ്ങനെ വരാറില്ല അധികമായിരുന്നു. പക്ഷെ അവളുടെ അഡ്രസ് നോക്കുമ്പോ മലപ്പുറം പോലെ എനിക്കൊരു ടാസ്ക് തരാം. ഓണാണ്, അപ്പോ നമ്മൾ ഓണപരിപാടി ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ കുറെ ഗസ്റ്റിനൊക്കെ തപ്പി ഇപ്പോ ആങ്കർ ചെയ്യാൻ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അജയനെ തീരുമാനിക്കുകയാണ്. നിനക്ക് കിട്ടിയ ഗസ്റ്റ് ഹണി റോസ് ആണ്. 3 ചോദ്യങ്ങൾ വേഗം ചോദിക്കാം. ഹണി റോസ് നീ ചോദിക്കും. അല്ല, ഇന്റർവ്യൂ സ്റ്റാർ ഹരിയാണ്. ടാസ്ക് നിനക്കാണ്. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന ദൗത്യം അത് ഒരു പരിഭ്രമം കൂടെ ചെയ്യണം. കഥ പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഈ സമയത്ത് ആലോചിക്കും. പെട്ടെന്ന് വരുന്ന 3 ചോദ്യം. ഇപ്പോ മലയാളത്തിലധികം ചലച്ചിത്രങ്ങളിലധികം കാണാറില്ലല്ലോ, കൂടുതൽ ഈ ഉദ്ഘാടന വേദികളിലാണ് കാണാറുള്ളത്. അപ്പൊ അത് വെച്ച് ട്രോൾസ് ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വരാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് അതിനെ പറ്റിയ അഭിപ്രായം? പിന്നെ ഇപ്പോ ഈ കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങൾ ഇപ്പൊ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോ കേരളത്തിൽ നിന്ന് അവിടെ പോയപ്പോ എന്താ കൂടുതൽ റെമ്യൂണറേഷൻ കാരണമാണോ അതോ എന്ത് കാരണമാണ് ഇപ്പോ അന്യഭാഷകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്? ആദ്യം ചോദിച്ചത് സിനിമയിലൊന്നും കാണാറില്ല എന്നല്ലേ? ഞാൻ മലയാള സിനിമ എന്നാണ്. മലയാള സിനിമ മലയാള സിനിമ നീ പറഞ്ഞില്ല, ചിത്രങ്ങളിൽ കാണാറില്ല. എന്നാ ഓക്കെ, മലയാള സിനിമയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അവിടെയാണ് മലയാള സിനിമയാണ്. നിങ്ങൾക്ക് -2 പോയിന്റ് വരും കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇപ്പം
ബാലയ്യയോട് അഭിനയിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ്. ബാലയ്യ ജയ് ബാലയ്യ. ഓക്കെ, അപ്പൊ ഹണിദാസിന് ഇന്റർവ്യൂ ചെയ്തോ, കൊള്ളാം. ഇനി ഒരു ടാസ്ക് എന്തായാലും നിങ്ങൾ ജേർണലിസം ഡെസ്കിലേക്ക് വന്നല്ലേ, ഈ ഡെസ്കിന്റെ ഒക്കെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് ഈ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, അവരല്ലാത്തവർക്കൊക്കെ ഇപ്പോ ദിൽന ഐഷത്തുൽ ആദ്യം വന്നെങ്കിൽ പോലും ദിൽന എങ്ങനെയുണ്ട് ഈ ആങ്കറിംഗ് ആണോ റിപ്പോർട്ടിംഗ് ആണോ രസമായി തോന്നുന്നത്? എനിക്ക് റിപ്പോർട്ടിംഗ് ആണ് രസമായി തോന്നുന്നത്. കാരണം ഫീൽഡ് പോലെ ഇന്നലെ പോയപ്പോ നല്ല രസം തോന്നി. നല്ല രസം എല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ച് നോക്കാൻ. ലൈവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഐ മീൻ അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ് ആൾക്കാരുടെ അടുത്ത് നേരിട്ട് പോകുമ്പോ. പക്ഷെ ഫ്ലോറിൽ കയറി നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു അയ്യോ നമ്മളെന്തോ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാണ് പലതിനെയും എന്നുള്ളൊരു സാധനം വരാറുണ്ട്. അപ്പൊ ഇന്നലെ ഉത്രാടപ്പാച്ചിലിന് പോയപ്പോഴൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഹാൻഡിൽ ചെയ്യും, കുഴപ്പമില്ലാത്ത രീതിയിൽ. സോഫ്റ്റ് വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സുഖം ഔട്ട്ഡോർ പോയിട്ട് ചെയ്യാനാണ്.